ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസ് തൽക്കാലത്തേക്ക് ഒന്ന് ഊരിയെടുത്തുകൊണ്ട് വന്നപ്പോഴില്ലയോ ആലപ്പുഴയിൽ നമ്മുടെ ജി സുധാകരൻ പുതിയ പുല്ലാപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ശബരിമലയെ ഒന്ന് സബൂറാക്കിയത്. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും സമുന്നത നേതാവായിരുന്ന പത്തനംതിട്ട ജില്ലയിലെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന 10 വർഷത്തിലേറെ അദ്ദേഹം വരെ പുറത്തിറങ്ങി കഴിഞ്ഞു. കുറച്ച് പാടുപെട്ട് കേട്ടോ. അത്ര എളുപ്പമുള്ള കേസൊന്നും ആയിരുന്നില്ല. ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കേസ് നമ്മുടെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടന്നതാ. അതിന്റെ അന്വേഷണ സംഘത്തെ പോലും തീരുമാനിച്ചത് ഹൈക്കോടതിയാണ്. അവരിടയ്ക്കിടയ്ക്ക് അവരുടെ അന്വേഷണ പുരോഗതി വിലയിരുത്തുകയൊക്കെ ചെയ്തതാ. ആ സാഹചര്യത്തില് അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾക്ക് ചെറിയ പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് അന്വേഷണ സംഘം വഴങ്ങി. ഈ അന്വേഷണം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണെങ്കിലും അന്വേഷണം നടത്തുന്ന പോലീസുകാരന്മാര് നമ്മുടെ പോലീസല്ലയോ, അവര് നമ്മൾ പറഞ്ഞതല്ലേ കേൾക്കത്തുള്ളൂ. അങ്ങനെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പായപ്പോഴത്തേക്ക് അന്വേഷണം ഒന്ന് മന്ദീഭവിച്ചു. അതിന്റെ വേഗത ഒന്ന് കുറഞ്ഞു. വീണ്ടും പലരെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അറസ്റ്റിന്റെ വക്കത്ത് വന്നതാ. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടി. അതിനുവേണ്ടി കുറ്റപത്രം കൊടുക്കണമല്ലോ. ഒരാളെ അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കുന്നില്ലെങ്കിൽ അയക്ക് വളരെ സ്വാഭാവികമായിട്ട് കോടതി ജാമ്യം കൊടുക്കും. അതൊരു നിയമമാണ്, നമ്മുടെ രാജ്യത്തെ നിയമമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ കുറ്റപത്രം കൊടുക്കുന്നത് അങ്ങോട്ട് വെച്ച് താമസിപ്പിച്ചു. അതിനെ ചോദ്യം ചെയ്യാൻ ഇപ്പം കോടതിക്കൊന്നും പറ്റത്തില്ലല്ലോ. കുറ്റപത്രം കൊടുത്തില്ല എന്ന് പറഞ്ഞാല് അന്വേഷണം പൂർത്തിയായില്ല, വേണ്ടത്ര തെളിവുകൾ കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, മോഷണം പോയ സ്വർണം തൊണ്ടുമുതൽ അതുപോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കേരളത്തിലുണ്ടോ, കേരളത്തിൽ പുറത്തു പോയോ, വിറ്റോ, ആരെങ്കിലും രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെയാ കുറ്റപത്രം കൊടുക്കുക? അപ്പൊ നമ്മൾ ആ ലൈനിൽ ഒന്ന് കളിച്ചു. കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകി. അതോടെ ഓരോന്നായിട്ട് നമ്മുടെ പ്രതികള്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കള്, വാസുവണ്ണൻ, ഇപ്പോ നമ്മുടെ പത്മകുമാർ, ഇവരൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വർണ്ണ കവർച്ച കേസിലെ പ്രതികൾ മുഴുവൻ കുറ്റവിമുക്തരായി എന്ന് വേണമെങ്കിൽ ഒരു പ്രചാരണം നടത്താം. കാരണം അവരാരും ജയിലില്ലല്ലോ, അവരൊക്കെ ഇപ്പം പുറത്തിറങ്ങിയല്ലോ. അങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോഴല്ലോ നമ്മുടെ ജി സുധാകരൻ ഉണ്ടാക്കിയ ഈ പൊല്ലാപ്പ്. നമ്മുടെ അന്വേഷണ സംഘം കോടതിയിൽ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു, ഇനി കുറച്ചുപേരെ കൂടെ പിടിക്കാനുണ്ട്, വേറെ പലരും അന്വേഷണത്തിന്റെ പരിധിയിൽ വരാനുണ്ട്. ഈ തന്ത്രി അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് അതൊക്കെ പറഞ്ഞത്. പക്ഷെ അതൊന്നും നടന്നില്ല. ആരെയും അറസ്റ്റ് ചെയ്തില്ല, ആരുടെയും അടുത്തേക്ക് അന്വേഷണം നീങ്ങിയില്ല. അങ്ങനെ സത്യം പറഞ്ഞാല് നമ്മൾ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഈ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം വെറും പ്രഹസനമായി പോയി. അതേപ്പറ്റി വിശേഷിപ്പിക്കുന്നതിന് മലയാള ഭാഷയിലെ 2 അക്ഷരങ്ങൾ അടങ്ങുന്ന ഒരു വാക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പക്ഷെ അതിലല്പം അശ്ലീലം ഉള്ളത് കൊണ്ട് ഇവിടെ പറയുന്നില്ല. ഇപ്പൊ ജി സുധാകരൻ, ആലപ്പുഴയിലെ നേതാവ്, മുൻ മന്ത്രി, MLA, കേരളത്തിലെ CPM-ലെ ഏറ്റവും പ്രമുഖനായ ഒരു നാമമാണത്, പേരാണത്. 1971 SFI ആദ്യമായിട്ടുണ്ടാകുമ്പോൾ അതിന്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് അതിനെതിരായിട്ട് സമരം ചെയ്ത് 3 മാസം ജയിലിൽ കിടന്ന ആളാണ്. മിടുക്കനായ മന്ത്രിയായിരുന്നു. അത് മാത്രമല്ല, ഈ സമകാലീന കാലത്ത് CPM-ന്റെ പല നേതാക്കളും ചങ്ങാത്ത മുതലാളിത്തവുമായിട്ട് കൂട്ടുകൂടുകയും സമ്പന്നരുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ പ്രധാന ജോലി പാർട്ടി പ്രവർത്തനം എന്നതിനേക്കാൾ ഉപരി സമ്പത്ത് ഉണ്ടാക്കുകയാണ് എന്നതിലേക്ക് മാറുകയും ചെയ്തപ്പോഴും 1 രൂപയുടെ അല്ലെങ്കിൽ 1 പൈസയുടെ അഴിമതിക്കറ തീണ്ടാത്ത ഒരു നേതാവാ. ആ ഒരു ആക്ഷേപവും ഉണ്ടായിട്ടില്ലാത്ത ഒരു നേതാവാ അദ്ദേഹം. എന്താ ഇപ്പോ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കണ്ടാൻ തീരുമാനിച്ചു. പുതുക്കിയില്ല. അതിന്റെ അർത്ഥം എന്തുവാ? അദ്ദേഹം CPM-ന്റെ അംഗത്വത്തിൽ നിന്ന് പുറത്തായി, സ്വയം പുറത്തായി, രാജിവെച്ചു പോകുന്നത് പോലെ പുറത്തായിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് PK ശശി, പാലക്കാട്ടെ പ്രമുഖനായ നേതാവാ. KTDCയുടെ വിനോദസഞ്ചാര വികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു. അത് ഈ മന്ത്രിസ്ഥാനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയുള്ളതാ. ആ തസ്തികയിലിരുന്ന ആളാ അദ്ദേഹം. ഇന്ന് പാലക്കാട്ടെ അസംതൃപ്തരുടെയും വിമതന്മാരുടെയും യോഗത്തില്, CPM-ലെ അസംതൃപ്തര്, ആ യോഗം ഇന്ന് ഉദ്ഘാടനം ചെയ്യുക. പിന്നീട് കുഞ്ഞികൃഷ്ണൻ, പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ച കഥ, അത് വെട്ടിത്തന്ന കഥ പുറത്തു കൊണ്ടുവന്ന കുഞ്ഞികൃഷ്ണൻ ചിലപ്പോ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട്, അതായത് ഈ ഫണ്ട് വെട്ടിപ്പിലെ പ്രധാന പ്രതിയായ മധുസൂദനെതിരായിട്ട് മത്സരിക്കുന്ന സ്ഥിതി വന്നിരിക്കുക. മറ്റു പലയിടങ്ങളിലും പ്രശ്നമാണ്. CPM-ലെ സംസ്ഥാന സെക്രട്ടറി PK ശ്യാമളയെ മത്സരിപ്പിക്കുന്നതിനെതിരായിട്ട് പാർട്ടിയിൽ ഒരു വിഭാഗം വലിയ പ്രതിഷേധത്തിലാണ്. അതുപോലെയാണ് ശൈലജ ടീച്ചറുടെ കാര്യം. അവരെ ജയിക്കാൻ ഉറപ്പുള്ള ഒരു സീറ്റിൽ മത്സരിപ്പിക്കത്തില്ല. അത് പിണറായി വിജയന്റെ തീരുമാനമാണ്. അത് ആര് പറഞ്ഞാലും മാറ്റാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. അതിലിപ്പോ പേരാവൂരിലേക്ക് വിട്ടിരിക്കുക. KPCC പ്രസിഡന്റ് കഴിഞ്ഞ 2 തവണയായിട്ട് ജയിച്ചു വരുന്ന പേരാവൂരിൽ മത്സരിക്കാൻ വിട്ടിരിക്കുക. ഈ ജി സുധാകരന്റെ അനുഭവം നോക്കൂ. കേരള CPM-ൽ ചരിത്രം ആവർത്തിക്കുക. ചില നേതാക്കൾക്ക് അനഭിമതരാകുന്ന ആളുകൾ, അവരെത്ര ഉന്നതനായ നേതാവായാലും ശരി, അവരെ അപമാനിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന രീതി,
അത് എത്രയോ കാലമായിട്ട് കേരള CPM നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് MP രാഘവന്റെ കാര്യമറിയാം. അദ്ദേഹം ആരായിരുന്നു? അക്കാലത്ത് EMS കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ആളുകളെ ആകർഷിക്കുന്ന ക്രൗഡ് പുള്ളർ എന്നൊക്കെ പറയാവുന്ന ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു. അദ്ദേഹം ഒരു ബദൽ കൊണ്ടുവന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പോച്ചു പുറത്താക്കി. അദ്ദേഹത്തെ അപമാനിച്ചതിന് ഒരു കണക്കും കയ്യുമില്ല. അദ്ദേഹം വളരെ താല്പര്യമെടുത്ത് വളർത്തിയ പാമ്പ് പോലെയുള്ള ജീവികളെ പോലും ഈ CPM വെറുതെ വിട്ടില്ല. കത്തിച്ചു കളഞ്ഞു, കൊന്നുകളഞ്ഞു, വീടിന് തീ വെച്ചു. KR ഗൗരിയമ്മ ആരായിരുന്നു? ഗൗരിയമ്മ CPMന്റെ ഝാൻസി റാണിയായിരുന്നു ഗൗരിയമ്മ. അവസാനം അവരെ അപമാനിച്ചു പുറത്താക്കി. ഏറ്റവും അവസാനം നമ്മുടെ VS അച്യുതാനന്ദന്റെ സ്റ്റേച്ചർ വളരെ ഉയർന്നതായതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങളൊന്നും നടന്നില്ല. പക്ഷെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെതിരായിട്ട് പാർട്ടി കുറ്റപത്രം തയ്യാറാക്കി. പാർട്ടി വിരുദ്ധ മനോഭാവമുള്ള ആളാണ് VS എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായിട്ട് പറഞ്ഞു. ആ സംസ്ഥാന സമ്മേളനം VSനെ ബഹിഷ്കരിക്കേണ്ടി വന്നു. അപമാന ഭീതി മൂലം ബഹിഷ്കരിക്കേണ്ടി വന്നു. VSനെതിരായിട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വധശിക്ഷയാണ് വിധിക്കേണ്ടതെന്ന് പാർട്ടിയിലെ 2 ചെറു ശിങ്കങ്ങള് ഈ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റിയില്ല. അങ്ങനെ എത്രയെത്ര ആളുകൾ, KN രവീന്ദ്രനാഥ് പാർട്ടിയുടെ ഒരു സംസ്ഥാന സെക്രട്ടറിയായിട്ട് വരേണ്ട കഴിവും ശേഷിയുമുള്ള ഒരു നേതാവായിരുന്നു. VSഉം CITUം തമ്മിൽ തർക്കമുണ്ടായപ്പോൾ രവീന്ദ്രനാഥിനെ ഒതുക്കി കെട്ടാൻ വേണ്ടി സേവ് CPM കാമ്പയിൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്താക്കിയെന്ന് ആരോപിച്ച് മാറ്റി നിർത്തി. അദ്ദേഹം പാർട്ടിയിലുണ്ട്, പുറത്തുപോയില്ല. അദ്ദേഹം അപമാനിതനായി മാറി. അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന്, VB ചെറിയാൻ അവർക്കെതിരായിട്ട് അച്ചടക്ക നടപടിയെടുത്തപ്പോൾ തിരികെ എടുക്കാൻ വേണ്ടി കേന്ദ്ര കൺട്രോൾ കമ്മീഷൻ ആവശ്യപ്പെട്ടതാ, നിർദ്ദേശിച്ചതാ. അത് ഇവിടുത്തെ സംസ്ഥാന പാർട്ടി കണക്കിലെടുത്ത് പോലുമില്ല. വീരപ്പൻകോട് മുരളി, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? 72 വയസ്സായപ്പോഴേക്ക് അദ്ദേഹത്തിന് 75 വയസ്സായി എന്ന് പറഞ്ഞ് സംസ്ഥാന കമ്മിറ്റി നിന്ന് പുറത്താക്കി. പഴയ ചാത്തുണ്ണി മാസ്റ്റർ ഏതോ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട സിനിമാ കമ്പനിയുടെ ഒരു കണക്കിൽ എന്തോ ചെറിയ പിശക് കണ്ടുപിടിച്ച് അദ്ദേഹത്തെ അവമാനിച്ച് പുറത്താക്കി. അതേ അനുഭവം എന്താ ഇപ്പോ നമ്മുടെ G സുധാകരനെ നേരിടുക. അപമാന ഭീതി കൊണ്ടാണ് അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പറയുന്നത്. മറ്റെന്തെങ്കിലും ആശയപരമായ വ്യത്യാസമല്ല. അത് സ്ഥാനാർത്ഥിത്വം ചോദിച്ചിട്ട് കിട്ടാഞ്ഞതാണെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ട്. അതോടെ നിൽക്കട്ടെ. പക്ഷേ തീർത്തും അപമാനിതരായപ്പോൾ നമ്മൾ പറയുമല്ലോ, അളമുട്ടിയാൽ പുളവനും കടിക്കുമെന്ന്. ആ പ്രയോഗമൊന്നും പോരാ സുധാകരന്റെ അവസ്ഥ വിവരിക്കുന്നതിന്. നിന്ന് പഴയ്ക്കാൻ മേലാത്ത സ്ഥിതി വന്നപ്പോൾ അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നു. പാർട്ടിയിൽ നിന്ന് ഇപ്പോ പുറത്തു നിൽക്കുകയാണ്. ആരായിരുന്നു G സുധാകരൻ? ആലപ്പുഴ ജില്ലയില് VS കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. പറഞ്ഞാലോ 71 എസ്എഫ്ഐയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ്. അതിനുമുമ്പ് കേരള സ്റ്റുഡന്റ് ഫെഡറേഷൻ, KSF ആണ് പിന്നീട് SFI ആയിട്ട് മാറിയത്. KSFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി. 63 വർഷമായിട്ട് അദ്ദേഹം പാർട്ടിയുടെ അംഗമാണ്. 43 വർഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായിരുന്നു. അദ്ദേഹത്തെ പിന്നീട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിലെ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചുവെന്ന കുറ്റാരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ പരസ്യമായിട്ട് ശാസിച്ചു. അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റി. 43 വർഷം സംസ്ഥാന സമിതിയിൽ പ്രവർത്തിച്ച ആളെ വെറും ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. അദ്ദേഹത്തിന്റെ അച്ഛനെ പോലും ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതാക്കള് വെറുതെ വിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ ആക്ഷേപിച്ചു, അദ്ദേഹത്തെ ആക്ഷേപിച്ചു നിരന്തരം എന്നോണം. അടിയന്തരാവസ്ഥക്കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളുടെ സമരം നയിച്ചതിന്, അടിയന്തരാവസ്ഥ എതിർത്തതിന് ജയിലിൽ പോയ ആളെ 3 മാസം ജയിലിൽ കിടന്നു. അവസാനം അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്തുള്ള EMS ഹാളിലായിരുന്നു ഈ സമ്മേളനം. അതിനുപോലും അദ്ദേഹത്തെ വിളിച്ചില്ല. പക്ഷെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സ് പരസ്യമായി ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചതാ. അങ്ങനെ ഒരാളുടെ കാര്യം ഗൗനിക്കുന്നു പോലുമില്ല എന്നാണ് ആ പത്രസമ്മേളനത്തില് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ, ഗോവിന്ദൻ മാഷുടെ ശരീരഭാഷ ഒന്ന് കാണേണ്ടായിരുന്നു. പരമ പുച്ഛം നിന്ന G സുധാകരനെ കുറിച്ച്. G സുധാകരന്റെ മുമ്പില് MV ഗോവിന്ദൻ ആരാണ്? അദ്ദേഹത്തെക്കാൾ 10 കൊല്ലമെങ്കിലും പാർട്ടിയിലെ സീനിയോറിറ്റി ഉള്ള ആളാ. 71 SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് G സുധാകരൻ വന്നെങ്കിൽ 80-ൽ ഗോവിന്ദൻ മാഷ് DYFയുടെ സംസ്ഥാന സെക്രട്ടറിയായി. 41 വർഷം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു G സുധാകരൻ. പക്ഷേ അദ്ദേഹത്തെ പരസ്യമായിട്ട് ആക്ഷേപിച്ച MV ഗോവിന്ദൻ മാഷ് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് 35 വർഷമേ ആയിട്ടുള്ളൂ. ഈ വ്യത്യാസമുണ്ട്, ഈ സീനിയോറിറ്റി ഉണ്ട് G സുധാകരന്. MV ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി അതിനെ കുറിച്ച് പോലും പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കണ്ണൂർ ലോബിയുടെ ഭാഗമായതിന്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം ഈ പദവിയിലേക്ക് വന്നതെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലെ CPMലുണ്ട്. ആ ഗോവിന്ദൻ മാഷാണ് പരസ്യമായിട്ട് G സുധാകരനെ പോലെ വളരെ സീനിയറായ ഒരു നേതാവിനെ ആക്ഷേപിച്ചത്, അധിക്ഷേപിച്ചത്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും സങ്കടകരമായത്. അദ്ദേഹത്തിനെതിരെ 22 കുറ്റങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് CPM ചാർത്തിയത്. G സുധാകരന്റെ മേല് 22 കുറ്റങ്ങൾ. ഇത് കേട്ടാല് ഏതോ ഭീകര ജീവിയാണ്
സുധാകരനെന്ന് തോന്നിപ്പോകും. ആ രീതിയിലാണ് അദ്ദേഹത്തെ അവമാനിച്ചത്. ജില്ലാ നേതാക്കളും താഴോട്ടുള്ള നേതാക്കളും ഒന്നിച്ചു നിന്ന് അവമാനിക്കുകയായിരുന്നു. ഇപ്പോൾ അവസാനം നിൽക്കക്കളിയില്ലാതെ, ഗത്യന്തരമില്ലാതെ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ താൻ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് എന്ന് നാട്ടുകാരെ അറിയിച്ചു. പുതുക്കിയിട്ടില്ല, അംഗത്വം പുതുക്കിയിട്ടില്ല. സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ തീരുമാനമെടുത്തതെന്നൊക്കെ പറയുന്ന ആളുകൾ പാർട്ടിയിലുണ്ട്. അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ 2 ടേമിന്റെയും 3 ടേമിന്റെയും പേരിൽ, പ്രായത്തിന്റെ പേരിൽ ചില നേതാക്കളെ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ച് മാറ്റി നിർത്തുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുധാകരൻ MA ബേബിയോട് പറഞ്ഞത്രേ, അമ്പലപ്പുഴയിൽ താൻ നിന്നാൽ മത്സരിച്ചാൽ ജയിക്കുമെന്നും തനിക്ക് ആ സീറ്റ് വേണമെന്നും. ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ CPM-ന്റെ സ്ഥിതി മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ നമ്മുടെ G സുധാകരൻ. അദ്ദേഹത്തിന് അറിയാം പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയോട് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന്. ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിലെ കാര്യങ്ങളിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും സേ ഉണ്ടോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അതിനുള്ള നിബന്ധനകൾ, മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ, പഴയ മാനദണ്ഡങ്ങൾ മാറ്റിയെഴുതുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും റോളുണ്ടോ? സീറ്റ് വേണമെങ്കിൽ പറയേണ്ടത് പിണറായി വിജയനോടാ, അപേക്ഷിക്കണം. ചിലപ്പോൾ പിണറായി കനിയുമായിരിക്കും. സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹം ഓവർ ടൈം വർക്ക് ചെയ്ത് തളിപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്യാമളയ്ക്ക് സീറ്റ് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു, അതിനുള്ള പരിശ്രമങ്ങളിലായിരുന്നു. അതിനിടയ്ക്ക് G സുധാകരന്റെ കാര്യം അദ്ദേഹത്തിന് നോക്കാൻ എവിടെ സമയം കിട്ടുന്നു? ഈ പാർട്ടിയുടെ ഒരു വിചാരം എന്ന് പറയുന്നത് നേതാക്കളുടെ ഇഷ്ടക്കാരായി മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പരിഗണിക്കപ്പെടില്ല, ചിലപ്പോഴൊന്നല്ല പരിഗണിക്കപ്പെടില്ല. അപ്പോൾ എന്ത് അപമാനം സഹിച്ചും ഈ പാർട്ടിയിൽ നിന്ന് കൊള്ളണം. പക്ഷെ അങ്ങനെ അപമാനം സഹിക്കാൻ താല്പര്യമില്ലാത്ത ആത്മാഭിമാനമുള്ള ആളുകൾ ഈ പാർട്ടിയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകൾ അവമാനിക്കപ്പെട്ടപ്പോൾ പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തേക്ക് പോയത്. ഒരുപക്ഷെ G സുധാകരന് മുമ്പിലുള്ള വഴിയും അതായിരിക്കാം. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെ പറയുന്നു, അതിവിടെ നമ്മുടെ ചർച്ചാ വിഷയമല്ല. അദ്ദേഹം മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ജയിക്കുകയോ തോൽക്കുകയോ ഒക്കെ ചെയ്യട്ടെ, അത് വേറെ കാര്യം. പക്ഷേ ഈ പാർട്ടി ആത്മാഭിമാനമുള്ളവർക്ക് പറ്റിയതല്ല എന്ന് വരുന്നത്, അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായവും നിലപാടും പറയുന്നവർക്ക് ഈ പാർട്ടിയിൽ രക്ഷയില്ല എന്ന് വരുന്നത് CPM-ന് ഒട്ടും നല്ലതായിരിക്കില്ല. പാർട്ടിയിലെ സ്വാധീനവും ആരാരും ചോദ്യം ചെയ്യപ്പെടാത്ത അവസ്ഥയും സാമ്പത്തികമായ പിൻബലവും ഒക്കെ പാർട്ടിയിൽ ആർക്കും എതിരെ എന്തും നടപടിയെടുക്കുന്നതിന് പാർട്ടി നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായിരിക്കാം, അത് സംശയമില്ല. പക്ഷേ G സുധാകരനെ പോലെയുള്ള നിരവധി നേതാക്കളുടെയും പ്രവർത്തകരുടെയും രക്തത്തിന്മേലും വിയർപ്പിന്മേലുമാണ് ഈ പാർട്ടി അടിസ്ഥാനം ഇട്ടിരിക്കുന്നതെന്ന് അതിനെ നയിക്കുന്നവര് മനസ്സിലാക്കണം.